നമ്മുടെ വെള്ളാപ്പള്ളി മുതലാളി ഇപ്പോൾ പ്രസംഗിക്കുന്നിടത്തെല്ലാം തന്നെ രണ്ടു പേർക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഒന്ന് മുസ്ലിം ലീഗിനെതിരെ, രണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ. എത്ര പറഞ്ഞാലും തീരത്തില്ലെന്നുള്ളതാണ്. ഈ പറഞ്ഞങ്ങ് വളരെ വലുതായിട്ട് പോകും. പിന്നെയും അതിൽ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി മുതലാളി സംസാരിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗിനെതിരെ നിരവധി ലേഖനങ്ങളും എഴുതി. യോഗനാഥം വാരികയില് അദ്ദേഹം മുഖപ്രസംഗം തന്നെ എഴുതി. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവരുടെ മതേതര അതൊരു പൊയ്മുഖമാണ് എന്ന്. അവര് വന്നു കഴിഞ്ഞാല് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു ചെറിയൊരു സംശയം വെള്ളാപ്പള്ളിക്ക് എവിടെയോ ഉണ്ട്, ലീഗ് അധികാരത്തിലേക്ക് വരുമോ എന്നുള്ളത്. ശരിയാണ്, ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം UDF-നകത്ത് വലിയ അപ്രമാദിത്വം കാണിച്ചു നിൽക്കുന്നത് അവരാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ലീഗിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. SNDPക്ക് വേണ്ട തരത്തിലുള്ള പരിഗണന കോൺഗ്രസിനകത്ത് കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതില് 1-2 ഇടങ്ങളിൽ മാത്രമാണ് ഈഴവ സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തി ഗുരുകുലം വരുന്നിടം പോലും ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളാപ്പള്ളി മുതലാളി പറയുന്നതിലൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെള്ളാപ്പള്ളി ഈ കാടടച്ച് വെടി വെക്കുകയല്ല. വളരെ കാമ്പുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മതരാഷ്ട്രത്തിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അത് മുസ്ലിം ലീഗ് നേരിട്ടല്ല നടത്തുന്നത്. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ചില നിരോധിത സംഘടനകളിൽ പെട്ടവരുടെ അണികളും പ്രവർത്തകരും ഒക്കെ ഈ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞ് അവർ പലതിലേക്കും കുടിയേറിയിട്ടുണ്ട്. മുസ്ലിം ലീഗിലേക്കും CPM-ലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ കയറിയിട്ടുണ്ട്. അവരവിടെ ഇരുന്നു കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കും. അതാണ് ഇദ്ദേഹം പറയുന്നത് മതരാഷ്ട്രത്തിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി പോലെ പൊട്ടാസ്യം സയനൈഡാണ് ഇവർ. മുസ്ലിം എന്ന് പറയുന്നത് പൊട്ടാസ്യം സയനൈഡ് ആണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കാരണം മുസ്ലിം ലീഗിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും മുസ്ലിം ലീഗിന് കിട്ടിയിരിക്കുന്ന അമിത പ്രാധാന്യം കൊണ്ട് തന്നെയാണ് UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ക്രൈസ്തവർ വിട്ടുപോയത്. കാരണം ഈ ക്രൈസ്തവ സഭ മുഴുവൻ തന്നെ ഇപ്പോൾ BJP-യോട് ചേർന്ന് നിൽക്കുകയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ ഇത് പിണറായി വിജയന്റെ ചില രൂപപ്പെടുത്തിയ ചില തിരക്കഥകൾ കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗിച്ച് നടക്കുന്നതും. പക്ഷെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ മതേതര സ്വഭാവമുള്ള മുസ്ലിം നേതാക്കന്മാരൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു. CH മുഹമ്മദ് കോയയും, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛനെ. ആര്യാടൻ മുഹമ്മദ് എന്നും ഈ മുസ്ലിം ലീഗിന്റെ സ്വഭാവത്തിൽ എതിർപ്പ് കാണിച്ചിരുന്ന മലബാറിലെ ഒരു മതേതര സ്വഭാവമുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എന്നുള്ളതാണ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി വന്ന സമയത്തല്ലേ ശ്രീകൃഷ്ണ ജയന്തിക്ക് പൊതു അവധി ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ അതൊക്കെ ഒരു മതേതര സ്വഭാവമല്ലേ. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ചിലവരെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, താനാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെയോ അങ്ങ് ഒലത്തിയെന്നും പറഞ്ഞ്, താനാണ് 2ാം മുണ്ടനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പൊ ശിവൻകുട്ടി 3ാം മുണ്ടനാണെന്നും പറഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള മത തീവ്രവാദം കേരളത്തിൽ ശക്തിപ്പെട്ടു. ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വകഭേദമായിട്ട് കയറി വരുന്നത് IDFI എന്നാണ്. നിരവധി സംഘടനകൾ ഉണ്ടെന്നേ. ഇതെല്ലാം മുസ്ലിം ലീഗിനകത്ത് ചേക്കേറും.
ഇപ്പൊ ഈ മതതീവ്രവാദ സംഘടനകളെ എല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആയാലും പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി, ആരുടെ വെൽഫെയർ ആണെന്ന് നമുക്കറിയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവര് നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാലും ഇവരെ ഇവിടെ വളർത്താനായിട്ട്, വേറൊരു രൂപത്തിൽ വളർത്താനായിട്ട് കേരളത്തിലെ മുന്നണികൾ സജ്ജമായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ തഴച്ചു വളർന്നതും പോപ്പുലർ ഫ്രണ്ട് ഇത്രത്തോളം ധൈര്യത്തോടുകൂടി തെരുവീതിയിൽ മുദ്രാവാക്യം മുഴക്കി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിയതും. കോടതി ഇടപെട്ടിട്ട് തന്നെയാണല്ലോ അറസ്റ്റ് നടന്നതും. അങ്ങനെയുള്ള കേരളത്തിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ആധിപത്യമുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ, താമരശ്ശേരി ബിഷപ്പിനാണ് കത്തയച്ചിരിക്കുന്നത്, അവർക്ക് സംവരണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ബാങ്ക് വിളി വേണം എന്ന്. അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ NSSന്റെയോ SNDPയുടെയോ സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പോയി പഠിക്കട്ടെ എന്നൊക്കെയാണ്. ആ വെള്ളാപ്പള്ളി പറയുന്നത് 100% ശരി തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് പിണറായി വിജയന് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ട് ഇതിന്റെ പിന്നിൽ. UDFിൽ വേണ്ടത്ര ഈഴവ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഒരു ആവശ്യം അതിശക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുണ്ട്. VD സതീശനെതിരെ അതിനിശ്ചിതമായിട്ട് വെള്ളാപ്പള്ളി വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില ഭയപ്പെടുത്തുന്ന ചില മാറ്റങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അത് വളരെ ദോഷകരമായി ബാധിക്കും. ഇവരൊക്കെ മതേതരമെന്ന് പറഞ്ഞ് നടക്കുന്നവർ മാത്രമാണ്. അവര് ഈ തരം കിട്ടുമ്പോൾ ഇവിടെ ഒരു മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റും. നോക്കുക, 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം ഉണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസുമായിട്ട് പല സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ സീറ്റ് പോലും ചിലയിടങ്ങളിൽ വെച്ചുമാറാൻ തയ്യാറാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തയ്യാറാകുന്നത്? ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതാണ്. കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അധികാരത്തിലെത്തുമ്പോൾ എന്തായിരിക്കും നേടിയെടുക്കാൻ പോകുന്നത്? ഇവരുടെ വരുതിയിൽ നിൽക്കും കോൺഗ്രസ്. ഇവരുടെ ആവശ്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉയരും. ഈ പറയുന്ന തരത്തില് ഇവർക്ക് പ്രത്യേക ജില്ല, എല്ലാ സ്കൂളുകളിലും ബാങ്ക് വിളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഇതൊക്കെ വെള്ളാപ്പള്ളി മുതലാളി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മുതലാളി പറയുന്നത് ശരി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.